സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ആരാധ്യനായ ശ്രീ സുനിൽ പി ഇളയിടത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലെ ആദരണീയരായ സന്യാസി ശ്രേഷ്ഠരെ, ബഹുമാന്യരായ പ്രഭാഷകരെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുരുദേവകൃതികളുടെ കാവ്യാത്മകത എന്ന വിഷയത്തെ മുൻനിർത്തിയുള്ള ഇത്തരമൊരാലോചന ഒരു നിലയിൽ ഗുരുവിൻ്റെ ചിന്താജീവിതത്തെയും സാമൂഹ്യ ഇടപെടലുകളെയും കുറിച്ചുള്ള ആലോചനകളിൽ ഏറ്റവും കുറഞ്ഞ് ആലോചിക്കപ്പെട്ടിട്ടുള്ള പ്രമേയങ്ങളിൽ ഒന്നായിരിക്കും. നേരത്തെ അതിവിടെ പല രൂപത്തിൽ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. മലയാളത്തിലെ പ്രാമാണികങ്ങളായ സാഹിത്യ ചരിത്രങ്ങളോ സാഹിത്യ വിമർശനങ്ങളോ പൊതുവെ ഗുരുവിൻ്റെ കാവ്യജീവിതത്തെ ആ നിലയിൽ അഭിസംബോധന ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്നത് കൂടുതൽ ആലോചന അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം എത്തുമ്പോഴൊക്കെയാണ് ഗുരുവിൻ്റെ രചനകളുടെ കാവ്യാത്മകത സവിശേഷമായ ഒരു പ്രമേയമായി നമ്മുടെ സാഹിത്യ വിചാരങ്ങളിൽ കൂടുതൽ തെളിഞ്ഞു വരുന്നത്. അതിനു മുമ്പ് അങ്ങനെ ആലോചിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന അർത്ഥത്തിലല്ല. പക്ഷെ ഇന്ന് നാം ആലോചിക്കുന്ന നിലയിൽ ഗുരുവിൻ്റെ സാഹിത്യ രചനകൾ, അതിൻ്റെ കാവ്യാത്മക ഭാവം, അനുഭൂതി മണ്ഡലം എന്നിവയൊക്കെ കൂടുതൽ ഗൗരവമുള്ള വിഷയങ്ങളായി തീരുന്നത് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകൾക്കിടയിലാണ്. ഒരു കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രമായിരിക്കും അതിൽ പ്രധാനം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ കവിതയും ചിന്തയും തമ്മിലുള്ള, കവിതയും ദർശനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ ചില ബന്ധങ്ങളെയോ അകലങ്ങളെയോ കുറിച്ചുള്ള ആലോചനയും ആവശ്യമായി വരും. ഗുരു ദാർശനികനായിരുന്നു എന്ന് നമുക്കറിയാം. ദാർശനികനായ ഒരാളെ സംബന്ധിച്ച് കവിയായിരിക്കുക എന്നതിൽ ചില സംഘർഷങ്ങളുണ്ട് എന്നും നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അപ്പാടെ കടന്ന് പറയാനായിട്ട് മുതിരുന്നില്ല. അതിൻ്റെ ആശയസംഗ്രഹം മാത്രം സൂചിപ്പിക്കാനേ മുതിരുന്നുള്ളൂ. ചിന്തയുടെ ദർശനത്തിൻ്റെ വാക്ക് സാമാന്യമായി പറഞ്ഞാൽ അനുഭവങ്ങളുടെ കേവലതയിലോ അനുഭവങ്ങളുടെ മൂർത്തതയിലോ അനന്യതയിലോ ഊന്നാതെ അതിൽ നിന്ന് തത്വനിർദ്ധാരണം നടത്തി നാം ഉണ്ടാക്കിയെടുക്കുന്ന വാക്കാണ്. അതുകൊണ്ട് അത് സവിശേഷമായ ഒന്നിലേക്ക് എന്നതിൽ നിന്ന് അതിൽ നിലീനമായിരിക്കുന്ന അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആദിമ രൂപത്തിലേക്ക് സഞ്ചരിക്കാനാണ് എപ്പോഴും വ്യഗ്രതപ്പെടുക. മറിച്ച് കവിതയിലെ വാക്കാകട്ടെ ഇങ്ങനെ സാമാന്യത്തിൽ നിൽക്കാനോ കേവല തത്വങ്ങളിലേക്ക് ചായാനോ അല്ല, മറിച്ച് അനുഭവപരമായ അനന്യതയെ പ്രകാശിപ്പിക്കാനാണ് ശ്രമിക്കുക. നമ്മുടെ 20-ാം നൂറ്റാണ്ടിലെ വലിയ കാവ്യചിന്തകന്മാരിൽ, സൗന്ദര്യചിന്തകന്മാരിൽ ഒരാളായിരുന്ന ജോൺ ബർജർ, അദ്ദേഹം എന്തിനാണ് മനുഷ്യർക്ക് കവിത എന്ന ചോദ്യത്തിന് ഉത്തരമായി പറയുന്ന ഒരു കാര്യം, എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടായിരുന്നെങ്കിൽ കവിത ആവശ്യമില്ലായിരുന്നു എന്നാണ്. നമുക്ക് 10 സൗഹൃദങ്ങളുണ്ടെങ്കിൽ 10 തരം സൗഹൃദങ്ങളുണ്ട് എന്നാണ് അതിനർത്ഥം. പക്ഷെ എല്ലാറ്റിനെയും വിശേഷിപ്പിക്കാൻ നമുക്ക് സൗഹൃദം എന്നൊരു വാക്കേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ടോ അത്രയും വ്യത്യസ്ത സൗഹൃദങ്ങളുണ്ടാവും. പക്ഷെ അവയെ ഓരോന്നിനെയും നമുക്ക് വേറിട്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാക്ക് സാമാന്യേന ആശയങ്ങളെ സംഗ്രഹിക്കുകയും അനുഭവപരമായ മൂർത്തതയെ ഒഴിച്ചു നിർത്തുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബർജർ തിരിച്ചു പറയുന്നത് ഇങ്ങനെ വാക്കിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അനുഭവപരമായ മൂർത്തതയെ, യാഥാർത്ഥ്യത്തിൻ്റെ അനന്യതയെ വാക്കുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാനുള്ള പ്രവൃത്തിയാണ് കവിത ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തത്വനിർദ്ധാരണത്തിൻ്റെ വഴിയും കവിതയുടെ വഴിയും സാമാന്യേന ഒന്നല്ല. തത്വനിർദ്ധാരണത്തിൻ്റെ വഴിയിൽ വാക്കെപ്പോഴും ആശയപരമായ അമൂർത്തമായ സങ്കല്പനപരമായ ഒന്നായിരിക്കാൻ വ്യഗ്രതപ്പെടുകയും
കവിതയിലെ വാക്ക് എപ്പോഴും ഈ സങ്കല്പനത്തിൻ്റെ അമൂർത്തതയുടെ തലത്തെ മറികടന്ന് അനന്യതയിലേക്കും മൂർത്തതയിലേക്കും അനുഭൂതിയിലേക്കും ചെന്നു ചേരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് പരിഹരിക്കുക എന്നത് വാസ്തവത്തിൽ വലിയൊരു പ്രശ്നമാണ്. ഗുരു സാമാന്യ അർത്ഥത്തിലുള്ളൊരു കവിയായി അനുഭൂതിപരമായ മൂർത്തതകളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുതിയ ഒരാളായിരുന്നില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വിപുലമായ താല്പര്യം അത്തരത്തിൽ അനുഭൂതിപരമായ ഒരു മൂർത്തതയെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതിൽ ഒതുങ്ങുന്നതുമായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഒരു നിലയ്ക്ക് അത് ഗുരുവിൻ്റെ സാമൂഹ്യ വിചാരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. കാരണം ഗുരു എന്തുകൊണ്ട് തത്വചിന്തയെയും കവിതയെയും ചേർക്കുന്ന പുതിയൊരു കാവ്യപ്രകാരമുണ്ടാക്കിയെന്ന് ആലോചിക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ ദർശനത്തിൽ തന്നെയുള്ള മൗലികമായൊരു സവിശേഷതയെ അത് ചെന്ന് തൊടുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ, അദ്വൈതത്തെ ഒരു താർക്കിക പദ്ധതിയായിട്ടാണോ അദ്വൈതത്തെ ഒരു അനുഭവ മൂല്യമായിട്ടാണോ കാണേണ്ടത്? മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അദ്വൈതവാദിയായിട്ടാണോ അദ്വൈതിയായിട്ടാണോ ജീവിക്കേണ്ടത് എന്ന ചോദ്യം. 1924 സർവമത സമ്മേളനത്തിലെ ലക്ഷ്യവാചകം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നായിരിക്കുന്നത് യാദൃച്ഛികമല്ല. കാരണം അറിയിക്കുക എന്നതിൽ അടിസ്ഥാനപരമായി അപരവുമായുള്ളൊരു ബന്ധമുണ്ട്. അറിയുക എന്നത് അപരത്തെ സ്വാംശീകരിക്കലാണ്, അറിയിക്കുക എന്നത് അപരത്തിൽ ചെന്നു ചേരലാണ്. വാദിക്കലും ജയിക്കലും ലളിതമായി പറഞ്ഞാൽ അപരത്തെ നിരാകരിക്കലാണ്. അങ്ങനെ അപരത്തെ നിരാകരിക്കുന്ന വാദരീതിയിൽ നിന്ന്, താർക്കികതയിൽ നിന്ന് അപരത്തെ അനുഭൂതിപരമായി സ്വാംശീകരിക്കുന്ന അറിയലിലേക്കും അപരത്തിലേക്ക് കൂടി കടന്നു നിൽക്കുന്ന അറിയിക്കലിലേക്കും എത്തിച്ചേരുക എന്നത് ഒരർത്ഥത്തിൽ ഗുരുവിൻ്റെ വിചാര രീതിയുടെ വളരെ മൗലികമായ ഒരു സവിശേഷതയാണ്. ഈ സവിശേഷതയാണ് ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങൾ നിലനിന്ന ഒരാശയ പ്രപഞ്ചത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ പ്രവൃത്തി മാർഗത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന നിലയിൽ ഗുരുവിനെ മാറ്റിത്തീർത്തത് എന്ന് നമുക്കറിയാം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായുള്ള ഒരാത്മരൂപം എന്ന വലിയ തത്വത്തെ പിന്നീട് ലംബമാനമായ ഒരു കേവല ഏകീഭാവം എന്നതിൽ നിന്ന് സാമൂഹികമായ തിരശ്ചീനമായ ഒരു പ്രയോഗരൂപം എന്നതിലേക്ക് ഗുരു വികസിപ്പിക്കുകയും അവനവൻ്റെ ആത്മസുഖം അപരൻ്റെ സുഖം കൂടിയായി തീരണം എന്നതിലേക്ക് അതിനെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ അപരോന്മുഖത ആത്മത്തിൻ്റെ അടിസ്ഥാന തത്വമായി തീരുകയും അപരങ്ങൾ തമ്മിലുള്ള അഭിന്നതയെ അദ്വൈതത്തിൻ്റെ ഒരു കാതലിലേക്ക് ചേർക്കുകയും ചെയ്തതോടെയാണ് ഒരു നിലയ്ക്ക് അധ്യാത്മഭാവന തന്നെ സാമൂഹിക ഭാവനയായി തീരുകയും അധ്യാത്മഭാവന കൊണ്ട് തന്നെ നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ള ഏറ്റവും പ്രബലമായ ഒരു ആശയ ലോകത്തെ, വിചാര രീതിയെ, അനുഭവമണ്ഡലത്തെ ഗുരു സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ ഭൗതികമാത്മീയമെന്നോ വികാരം വിചാരമെന്നോ ഉള്ള ദ്വന്ദ്വാത്മകമായ വിഭജന യുക്തിയെ മറികടക്കുന്ന ഒരു ആശയ ലോകം വാസ്തവത്തിൽ ഗുരുവിൽ വളരെ പ്രബലമായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇക്കാലം വരെയുള്ള അദ്വൈത വിചാരത്തിൻ്റെ വഴിയിൽ നിന്ന് ഗുരുവിനെ വ്യത്യസ്തമാക്കുന്ന നിർണായകമായ വ്യത്യാസം അതുതന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. അതിനെ സംഗ്രഹിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ അദ്വൈത അനുഭവത്തിൽ അദ്ദേഹം എത്തി എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. ഇത് കവിതയെ സംബന്ധിച്ചും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കവിതയിലെ വാക്ക് അനുഭൂതിയുടെ അനന്യതയിലേക്ക് നീങ്ങുകയും ദർശനത്തിൻ്റെ വാക്ക് അതിൻ്റെ കാതലായ സത്താസംഗ്രഹങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അവയ്ക്കിടയിലുണ്ടാകുന്ന വിടവിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? കാരണം നിങ്ങൾ തത്വത്തിൽ പറയുന്ന ഒരാശയം ഒരു അനുഭവമൂല്യമായി മാറുന്നത് എവിടെ വച്ചാണ്? അനുഭവമൂല്യമായി മാറാതിരുന്നാൽ ആ വാക്കിന് എന്താണ് സംഭവിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അനുഭവമൂല്യമായി മാറാത്ത വാക്ക് പാണ്ഡിത്യത്തിൻ്റെ വാക്കായി തീരുകയും അനുഭവമൂല്യമായി തീരുന്ന വാക്ക് ആത്മബോധമായി തീരുകയും ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ആത്മബോധമായി തീർന്നില്ലെങ്കിൽ അറിവ് എന്നത് മിക്കവാറും
മിക്കവാറും നിഷ്പ്രയോജകമായ ഒന്നായിത്തീരും. ഈ ആത്മബോധത്തിലേക്ക് ഇതെത്തുന്നത് വാക്ക് അനുഭൂതി സഞ്ചയത്തിലേക്ക് കടക്കുമ്പോഴാണ്. അതുകൊണ്ട് താൻ അവതരിപ്പിക്കുന്ന വലിയ ആശയങ്ങൾ, താൻ ലോകത്തിന് നൽകുന്ന പുതിയ തെളിച്ചങ്ങൾ, അത് അനുഭവപരം കൂടിയാകണം. താത്വികമായ അമൂർത്തമായ കൽപ്പനകളിൽ ചെന്ന് അവസാനിക്കരുത് എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൊരിടത്ത് ശിവപ്രസാദ പഞ്ചകത്തിൽ അദ്ദേഹം എഴുതുന്ന ഒരു ഈരടിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടും അരുമ്പൊരുളെ എന്നാണ്. ഈ ഭവനാടകം ആയിരിക്കുന്നതിൻ്റെ നാനാതരത്തിലുള്ള പ്രകാരഭേദങ്ങൾ, അത് ആടുന്ന അതിനെയും വണങ്ങി നിൽക്കുന്ന സന്തതി സന്തതവും തൊഴുന്ന ഭവനാടകം. ഈ ഭവനാടകത്തെ ഗുരു വിട്ടുകളയുന്നില്ല. നമ്മുടെ കാലത്തെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ ഗുരുവിൻ്റെ ചിന്തയുടെ സവിശേഷതയെക്കുറിച്ച് പറഞ്ഞൊരു വാക്യം ഞാനിവിടെ ഉദ്ധരിക്കാം. തൻ്റെ ആധ്യാത്മിക അനുഭവത്തെ ആവിഷ്കരിക്കാനുള്ള ഉപാധി എന്നതിനപ്പുറം അതിനെ നിർവചിക്കുന്നതിൻ്റെ ഭൂമിക തന്നെയായി ഗുരു കാവ്യാത്മകതയെ ഉപയോഗപ്പെടുത്തി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. കാരണം ഗുരുവിനെ സംബന്ധിച്ച് കാവ്യാത്മകത എന്ന് പറയുന്നത് പദ്യപരതയല്ല. പദ്യത്തിൽ മനോഹരമായ കൽപ്പനാജാലങ്ങളിലൂടെ, മനോഹരമായ ബിംബങ്ങളിലൂടെ, വൃത്തപ്രയോഗങ്ങളിലൂടെ, അലങ്കാരങ്ങളിലൂടെ തനിക്ക് പറയാനുള്ളൊരാശയത്തെ വിന്യസിക്കുക എന്നതിനപ്പുറം അതിനെ അനുഭൂതിയാക്കി തീർക്കുക എന്നതും, കാവ്യാത്മകത എന്നത് വാസ്തവത്തിൽ താൻ മുമ്പോട്ട് വയ്ക്കുന്ന അനുഭവ സഞ്ചയത്തിൻ്റെ, ദർശന സഞ്ചയത്തിൻ്റെ അടിപ്പടവിൽ ഉൾച്ചേർക്കുക എന്നതും ഗുരു കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അനുഭവ മൂല്യം, അതാണ് നിസാർ മാഷ് എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം. തൻ്റെ ആധ്യാത്മിക അനുഭവത്തെ ആവിഷ്കരിക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല, മറിച്ച് അതിനെ നിർവചിക്കുന്നതിൻ്റെ ആധാരം തന്നെയായി കാവ്യാത്മകതയെ മാറ്റുന്നു. നിങ്ങളുടെ ഒരു പ്രയോഗരൂപമല്ല, നിങ്ങളുടെ ഒരു ഉപകരണമല്ല, നിങ്ങൾക്കൊരാശയം പറയാനുള്ള ഒരു ഉപാധിയല്ല, മറിച്ച് നിങ്ങളുടെ അനുഭവ മൂല്യത്തിൻ്റെ ആവിഷ്കരണത്തിൻ്റെ അടിപ്പടവിൽ ഈ കാവ്യാത്മകതയെ സന്നിവേശിപ്പിക്കുന്നു. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് നമ്മുടെ കാവ്യഭാവനയുടെ ചരിത്രത്തിൽ ഇങ്ങനെ അധ്യാത്മികമെന്ന് വിളിക്കുന്ന ഒരു അനുഭവ മൂല്യത്തെ ഈ കാവ്യാത്മകത കൊണ്ടുകൂടി ചേർത്തെടുക്കുന്ന വളരെ സവിശേഷമായൊരു സ്ഥാനം ഗുരുവിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പം പലരും ഉദ്ധരിക്കാറുള്ളൊരു സന്ദർഭമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വാനുഭവ ഗീതിയിലെ കുറേ ശ്ലോകങ്ങൾ ഓർമ്മയിൽ നിന്ന് പോയി, നഷ്ടപ്പെട്ടു പോയി, അതൊരിക്കൽ കൂടി പറയണമെന്ന് കരുവാ കൃഷ്ണനാശാൻ ഗുരുവിനോട് പറയുന്നു. ഏതാണ്ട് 40ഓളം ശ്ലോകങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയി, അതൊരിക്കൽ കൂടി പറയണം. ഗുരു കവിത എഴുതുമായിരുന്നില്ല എന്ന് നമുക്കറിയാലോ. അദ്ദേഹം കവിത മനസ്സിൽ രചിച്ച് അത് പിന്നീട് പറഞ്ഞു കൊടുക്കുകയും ശിഷ്യന്മാർ എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ശ്ലോകങ്ങൾ പറയണം എന്ന് പറഞ്ഞ സമയത്ത് ഗുരു പറഞ്ഞ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതെഴുതിയ ആൾ ഇപ്പോഴില്ല, മറിച്ച് ഇത് പുതിയൊരാളാണ്. അതുകൊണ്ട് അതിലൂടെ സൂചിതമാകുന്ന പ്രധാനപ്പെട്ട കാര്യം, കവിതയുടെ അനുഭവ മൂല്യം എന്ന് പറയുന്നതിനെ പുറത്തു നിർത്തി അതിൻ്റെ ഒരാശയ പ്രപഞ്ചത്തെ മാത്രമായി ഗുരു നിർദ്ദേശിക്കുന്നില്ല എന്നതുകൂടിയാണ്. ഇങ്ങനെ തത്വനിർദ്ധാരണത്തിൻ്റെ കേവലമായൊരു വഴിയിലൂടെയല്ല, മറിച്ച് അനുഭവപരമായ മൂർത്തതയിൽ കൂടി ഉറച്ചു നിന്നുകൊണ്ടാണ് ഗുരു സംസാരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് അദ്ദേഹത്തിൻ്റെ മിക്കവാറും പ്രധാനപ്പെട്ട ഉദ്ബോധന രചനകളിലൊക്കെ ഏറിയും കുറഞ്ഞും വന്നു പോകുന്നുണ്ട്. എല്ലാ രചനകളിലും ഉണ്ട്. ഉദ്ബോധനാത്മക രചനകളിലെത്തുമ്പോൾ അത് വളരെ കൂടുതൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയും ചെയ്യും. പാഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം എന്നുള്ള ഗഹനമായ ആദർശത്തിലേക്കോ ആശയത്തിലേക്കോ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്ന ആശയമൊക്കെ വിന്യസിക്കുന്നതിനോടൊപ്പം തന്നെയാണ് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യനാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നോ, അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻതോണി എന്ന് ഒരുപക്ഷെ മലയാള കവിതയിൽ ആദ്യമായിട്ട് ഈ ആവി വൻതോണി എന്ന സവിശേഷമായൊരു പ്രയോഗം അതവിടെ തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളിലും ചിലയിടങ്ങളിലൊക്കെ വളരെ ആധുനികമായ അടയാളങ്ങൾ വന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. ജരാനരകളെ കുറിച്ച് എഴുതുന്ന സമയത്ത് റെയിലിൻ വേഗം ജയിക്കും ജരാനര മുതലാം മൂഢവും ഞാനുമായി, ജയിലിൽ പാർപ്പാൻ ഞെരുക്കം
ജവമയി പരമൻ ചിത്സുഖം നൽകിടേണം എന്ന് ഗുരു എഴുതുന്നുണ്ട്. ജയിലെന്നും റെയിലെന്നും ഒക്കെ ഒരു പക്ഷേ നമ്മുടെ അധ്യാത്മ വിചാരത്തിൻ്റെ വഴിയിലേക്ക് ഒരു കൽപ്പന രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇത് വളരെ പ്രസിദ്ധമായ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രയോഗങ്ങളിൽ തന്നെ കാണാൻ പറ്റും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് വളരെ മൂർത്തമായ ശരീരഭാഷയിലേക്ക് ഗുരു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത് ജാതിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഈ ശരീരം വരും. പുണർന്നു പെറുന്നതെല്ലാം ഒരിനമാം എന്ന് പറയും. എന്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ ഇത്രയും പ്രകടവും മൂർത്തവുമായ രൂപകങ്ങളിലേക്ക്, കൽപ്പനകളിലേക്ക് ഗുരു വരുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ജാതി എന്ന യാഥാർത്ഥ്യം ഇന്ത്യയിൽ നിലനിന്നത് അമൂർത്തമായ തത്വമായിട്ടല്ല, കേവല ആശയങ്ങളായിട്ടല്ല, ആത്മത്തെയും ബ്രഹ്മത്തെയും കുറിച്ചുള്ള തത്വവിചാരങ്ങളുടെ രൂപത്തിലല്ല, ശരീരമായിട്ടാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളോർ എന്നിങ്ങനെ ശരീരമെന്ന മൂർത്തമായ ഒരു അനുഭവ സ്ഥാനത്താണ് ജാതി പ്രവർത്തിച്ചത് എന്നതുകൊണ്ട് ഈ അനുഭവപരമായ മൂർത്തതയെ മുൻനിർത്തി തന്നെ ഗുരു അതിനെ മറികടക്കാൻ ശ്രമിക്കുകയും നമ്മുടെ ഭാഷയിലെ ഏറ്റവും ഗംഭീരമായ അധ്യാത്മ വിപ്ലവത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ ഒരു ഇരടിയിലേക്ക് ശരീരത്തിൻ്റെ മൂർത്തമായ അടയാളങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെ കേവല തത്വമാകാതെ എല്ലാവരും ഒരേ ബ്രഹ്മാനുഭൂതിയുടെ ആവിഷ്കാരങ്ങളാണെന്നോ, ബ്രഹ്മാംശ സംഭവരാണെന്നോ, ഒരേ ചൈതന്യത്തിൻ്റെ പ്രകാശനങ്ങളാണെന്നോ തത്വമായി പറയല്ല, മറിച്ച് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് പറയുന്നു. ഇങ്ങനെ മൂർത്തമായ ഒരു അനുഭവ സ്ഥാനത്തേക്ക് കൂടി തൻ്റെ രചനയെ, തൻ്റെ ആവിഷ്കാരങ്ങളെ നിരന്തരം കൊണ്ടുവരികയും ഒരുപക്ഷെ അതിനെ റദ്ദാക്കി കളയുന്ന കേവലമായ കൽപ്പനകളോട് തൻ്റെ കവിത കൊണ്ട് തന്നെ, തൻ്റെ കാവ്യാത്മക ഭാഷ കൊണ്ട് തന്നെ ഇടയുകയും ചെയ്യുന്ന ഒരു കവിയെ നമുക്ക് ഗുരുവിൽ കാണാം. ഇപ്പോൾ ഗുരു കവിത എഴുതുന്ന കാലത്ത് കേരളത്തിൽ പ്രബലമായിരുന്ന 2 കാവ്യരചനാ രീതികളോടും ഗുരു ചേർന്നു പോയില്ല. ഒരു ഭാഗത്ത് അത് നിയോ ക്ലാസിക്കൽ പാരമ്പര്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചില്ല, മറുഭാഗത്ത് അത് പുതുതായി രൂപപ്പെട്ടു വരുന്ന വളരെ വ്യക്തികേന്ദ്രിതമായ ആധുനികമായ കർത്തൃത്വത്തെയും അതിൻ്റെ അനുഭവലോകത്തെയും പ്രകാശിപ്പിക്കുന്ന റൊമാൻറ്റിക്കായ കാൽപ്പനികമായ കാവ്യഭാവനയോടും ഗുരു ചേരുകയുണ്ടായില്ല. ഈ കാൽപ്പനികമായ കാവ്യഭാവനയിലാണ് ബലിഷ്ഠവും ഏകാന്തവുമായ ഒരു വ്യക്തിത്വത്തെ, ഒരു മനുഷ്യ സത്തയെക്കുറിച്ചുള്ള സങ്കല്പം വരുന്നതും ആ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഭിന്നപ്രകാരങ്ങളെ, സംഘർഷങ്ങളെ, സങ്കടങ്ങളെ ഒക്കെ പ്രകാശിപ്പിക്കുന്ന മട്ടിൽ നമ്മുടെ കവിത പുതുവഴിയിലേക്ക് തിരിയുകയും ചെയ്തത്. ഗുരു ആ വഴിയിലേക്കല്ല പോകുന്നത് എന്ന് അദ്ദേഹത്തെ നോക്കിയാൽ അറിയാം. എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന അലങ്കാര പ്രധാനമായ വർണ്ണനകൾ കൊണ്ടും കെട്ടുകാഴ്ചകൾ കൊണ്ടും പദയോജനയുടെ വൈചിത്ര്യങ്ങൾ കൊണ്ടുമൊക്കെ അന്ന് എഴുത്തുകാരെ പ്രലോഭിപ്പിച്ചിരുന്ന നിയോ ക്ലാസിസത്തിൻ്റെ വഴിയിലും ഗുരു നീങ്ങുകയുണ്ടായില്ല. ഒരു നിലയ്ക്ക് നോക്കിയാൽ ആധുനികമായ കാവ്യകൽപ്പനാ രീതികളോടും, തൻ്റെ കാലത്ത് പ്രബലമായിരുന്ന ആധുനികമായ കാവ്യകൽപ്പനാ രീതികളോടും അതിനു മുമ്പ് നിലനിന്നിരുന്ന നിയോ ക്ലാസിസത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ കാവ്യനിർമ്മാണ രീതിയോടും ഒരുപോലെ വിയോജിച്ചുകൊണ്ടാണ് ഗുരു എഴുതിയത്. ഗുരുവിൻ്റെ കൃതികൾ ശ്രദ്ധിച്ചാൽ തന്നെ അത് പല വഴിയിൽ സഞ്ചരിക്കുന്നു. അതിനുള്ളിൽ തന്നെ ഒരു ബഹുസ്വര ലോകം നിലനിൽക്കുന്നത് നമുക്ക് കാണാം. 3 ഭാഷയിൽ അദ്ദേഹം എഴുതി. അദ്ദേഹം പല പ്രകാരങ്ങളിൽ എഴുതി. സ്തോത്രങ്ങൾ എഴുതി, ദാർശനിക കൃതികൾ എഴുതി, ഒപ്പം തന്നെ ഉദ്ബോധനപരമായ രചനകൾ എഴുതി. ദർശനമാല പോലെയൊക്കെയുള്ള സങ്കീർണമായ തത്വവിചാരത്തിൻ്റെ വഴി ഒരു ഭാഗത്തുണ്ട്. അനുകമ്പാ ദശകം പോലെ ഏറ്റവും സരളമായി മലയാള ഭാഷ പ്രകാശിപ്പിക്കപ്പെട്ട ഇടങ്ങൾ മറുഭാഗത്തും ഉണ്ട്. ഇങ്ങനെ തന്നിൽ തന്നെ ഒരയവായി, തന്നിൽ തന്നെ കാവ്യാത്മകതയെക്കുറിച്ചുള്ള ഒരു തുറസായി, അതുവരെ അപ്പോൾ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട കാവ്യ സമ്പ്രദായങ്ങളോടുള്ള മൗലികമായ ഒരു വിയോജിപ്പായി ഗുരുവിൻ്റെ കവിത മാറുന്നുണ്ട്. നേരത്തെ ഇവിടെ ഉദ്ധരിച്ച ആ ശ്ലോകത്തിൽ, അവിയാനന്ദ സ്വാമി ഉദ്ധരിച്ച ആ ശ്ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്കിത് മറ്റൊരു നിലയിൽ കൂടി കാണാനായിട്ട് കഴിയും. സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുകി പെരുവിളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ,
കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്നു ലോകർ കുത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ എന്നിടത്ത് താൻ എത്തിച്ചേരേണ്ടുന്ന പരമപദത്തിന്റെ സൂചന നിൽക്കെ തന്നെ കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്നു ലോകർ കുത്തിഷ്ടോത്തിഷ്ട ശീഘ്രം അവരെ മറ്റൊരു നിലയിൽ എത്തിക്കേണ്ടതുണ്ട് എന്നുകൂടിയുള്ള ബോധ്യം. ചട്ടമ്പിസ്വാമി ഗുരുവിനോട് ചോദിച്ചു എന്ന് പറയുന്ന പഴയ ചോദ്യം ഉണ്ടല്ലോ, ഇപ്പൊ പ്രവൃത്തിയാരായോ എന്ന ചോദ്യത്തിന് പ്രവൃത്തിയുണ്ട് ആരില്ല എന്ന് ഉത്തരം പറഞ്ഞ ഗുരുവിന്റെ മറുപടി പ്രസിദ്ധമാണല്ലോ. ഈ ആരില്ലായിക എന്നതും എന്നാൽ പ്രവൃത്തി ഉണ്ടായിരിക്കുക എന്നതും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ദ്വന്ദ്വഭാവനയെ മറികടക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണ്. ഞാൻ പറഞ്ഞു വന്നത് തത്വവിചാരത്തെയും കാവ്യാനുഭൂതിയെയും ചേർത്ത് വയ്ക്കുന്ന, അല്ലെങ്കിൽ തത്വവിചാരത്തിന്റെ അമൂർത്തതയെയും കവിതയുടെ അനന്യമായ പദനിർമ്മാണ ചാരുതയെയും കൂട്ടിയിണക്കുന്ന ഗുരുവിൻ്റെ ഒരു രചനാരീതി കവിതയുടെ മാത്രം ഒരു പ്രശ്നമല്ല, ഒരർത്ഥത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു ലോകവീക്ഷണത്തിൻ്റെയോ അദ്ദേഹം മുമ്പോട്ട് വെച്ച അനുഭവമണ്ഡലത്തിൻ്റെയോ ഉള്ളടക്കം കൂടിയാണ്. അതുകൊണ്ട് പ്രവൃത്തിയുണ്ട്, പക്ഷേ ആരില്ല എന്നത്. പ്രവൃത്തിയിൽ നിന്ന് നമ്മുടെ കാലത്തെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ അതിനെ വിശേഷിപ്പിക്കാൻ ഒരു സവിശേഷമായ സങ്കല്പന മുമ്പോട്ട് വെച്ചത് നിർബാധ്യത എന്നാണ്. നിസാർ അഹമ്മദ് മാഷ് അങ്ങനെ പറയുന്നുണ്ട്. അതായത് നിർബാധ്യതയാണ്, പ്രവൃത്തിയുണ്ട്, പക്ഷേ ആ പ്രവൃത്തിയിൽ തൻ്റെതായ സവിശേഷ ആഭിമുഖ്യങ്ങളില്ല, എന്നാൽ പ്രവൃത്തിയെ കൈവിടുന്നുമില്ല. അതാണ് പ്രവൃത്തിയുണ്ട് ആരില്ല എന്ന് പറയുന്നത്. ഈ ആരില്ലാത്ത പ്രവൃത്തിയാണ് ഒരർത്ഥത്തിൽ അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എന്ന വരിയായിട്ടോ, കൃപണൻ അധോമുഖമായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രമെന്നോ, ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം എന്നിങ്ങനെ നമ്മുടെ അനുഭവപരമായ സൂക്ഷ്മസ്ഥാനങ്ങളെ വന്ന് തൊടുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കവിതയിൽ തെളിയുന്നത്. ഇപ്പം അനുകമ്പാദശകം നോക്കിയാൽ തന്നെ രണ്ട് ക്രമങ്ങൾ കാണാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് അനുകമ്പ എന്ന ആശയത്തെ അതിൻ്റെ തത്വവിചാരപരമായ സൂക്ഷ്മസ്ഥാനത്തേക്ക് കൊണ്ടുപോകുക. അരുളൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം, അരുളുള്ളവനാണ് ജീവി എന്നുരുവിട്ടിടുക ഈ നവാക്ഷരി എന്ന് പറയും. ഇത് പൊതുവിൽ തത്വവിചാരത്തിൻ്റെ ഒരു വഴിയിലൂടെയുള്ള സഞ്ചാരമാണ്. പക്ഷെ തൊട്ടു പിന്നാലെ അദ്ദേഹം കൊണ്ടുവരുന്നത് അരുളില്ല യതെങ്കിൽ അസ്ഥിതോൾ നാറും ഒരു ഉടമ്പു താനവൻ മരുഭൂവിൽ പ്രവഹിക്കും അമ്പു ആ പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാം. അരുളില്ല യതെങ്കിൽ അസ്ഥി തോൽ സിര നാറുമൊരു ഡമ്പു താനവൻ മരുഭൂവിൽ പ്രവഹിക്കും അമ്പു ആ പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാം. ഗംഭീരായ പ്രയോഗമാണ്, നിഷ്ഫല ഗന്ധപുഷ്പം എന്നെല്ലാം. ഇത് ഗുരു ചെയ്യുന്നൊരു കാര്യം, പരമാത്ഭുത ദാനദേവതാ തരുവോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് അനുകമ്പയെ ഒരു ഭാഗത്ത് നിർത്തുകയും അനുകമ്പ ഇല്ലാതാകുമ്പോൾ ആ പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പം എന്ന മറ്റൊരു വളരെ മൂർത്തമായ, വളരെ ആഴമുള്ള, ഒരാളുടെ അനുഭവസ്ഥാനത്തെ ചെന്ന് തൊടുന്ന കൽപ്പനയിലൂടെ ഇതിനെ ആവിഷ്കരിക്കാനായിട്ട് ഗുരുവിന് കഴിയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു നിലയിൽ ഗുരുവിൻ്റെ ഇപ്പോൾ സാമൂഹ്യ വിചാരത്തെക്കുറിച്ച് ആലോചിച്ചാലും ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഒന്നാം ലോക യുദ്ധകാലത്ത് ഗുരുവിന് ശിഷ്യരോട് പറയുന്നുണ്ടല്ലോ, ബ്രിട്ടീഷുകാർ ജയിക്കാനായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ചിലർ ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് ബ്രിട്ടീഷുകാർ ജയിക്കുന്നത്, നമ്മളെ ഭരിക്കുന്നവരല്ലേ? അപ്പോൾ ഗുരു പറഞ്ഞ വളരെ മർമ്മസ്പർശിയായ ഒരു വാക്യമാണ്, നമുക്ക് സന്യാസം തന്നത് അവരാണല്ലോ എന്നത്. ഇത് അസാധാരണമായൊരു വാക്യമാണ്. ബ്രിട്ടീഷുകാർ സന്യാസം തന്നിട്ടില്ല. ബ്രിട്ടീഷുകാർക്ക് ഈ സന്യാസത്തിൻ്റെയോ അധ്യാത്മവിദ്യയുടെയോ ഒരു വഴിയും പരിചയമുള്ളവരല്ല. മറിച്ച് ബ്രിട്ടീഷുകാർ ചെയ്തതിൽ പ്രധാനപ്പെട്ട കാര്യം, അതുവരെ ജാതി ശ്രേണി കൊണ്ട് തട്ടായി തിരിഞ്ഞിരുന്ന മനുഷ്യർക്കിടയിൽ എല്ലാവരും സഹോദരരല്ലേ എന്ന ആ ചോദ്യം ഉണ്ടല്ലോ, അത് പിന്നെ ആശാനിൽ വരുന്നുണ്ട് കേട്ടോ. വീണപ്പൂവിൽ നമുക്ക് കാണാം, ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹ ചമിച്ചതു നമ്മയെല്ലാം എന്ന ആശാൻ ഈ സാഹോദര്യത്തെ പല നിലയിൽ പിന്നെ വിടർത്തുന്നുണ്ട്. ഈ സാഹോദര്യം എന്ന അനുഭവസ്ഥാനത്തെ റദ്ദാക്കിയ ഒന്നായിരുന്നു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ. എന്തെല്ലാം മെച്ചങ്ങൾ നാം ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാലും മനുഷ്യരെ തുല്യരായി കാണുന്നതിനെ സമ്പൂർണമായി റദ്ദാക്കുകയും പല പല തട്ടുകളായി തിരിക്കുകയും മാനുഷികമായ അന്തസ്സ് മനുഷ്യർക്ക് നിഷേധിക്കുകയും ചെയ്ത വലിയൊരു ആചാരക്കോട്ടയായിട്ടാണ് ഈ രാജ്യം നിലനിന്നിരുന്നത്
പറയുന്നത് ഈ പാരമ്പര്യത്തിനെതിരെ സാമൂഹികമായ ഒരു തുല്യതാ പദവി, അത് ആധ്യാത്മികമായിട്ടോ അല്ലെങ്കിൽ ദാർശനികമായിട്ടോ സാംസ്കാരികമായിട്ടോ ആയ തുല്യതയായോ ബ്രിട്ടീഷുകാർ അത് മുഴുവൻ സംഭാവന ചെയ്തോ എന്നൊക്കെ ചോദിച്ചാൽ തർക്കവിഷയമാണ്. പക്ഷേ പൗരത്വം എന്ന നിലയിലേക്ക്, ജാതി ശരീരത്തിൽ നിന്ന് പൗരശരീരം എന്ന നിലയിലേക്കുള്ള മനുഷ്യരുടെ മാറ്റത്തിൻ്റെ ആദ്യത്തെ ഒരു പടവ് വാസ്തവത്തിൽ കോളനി വാഴ്ച കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ ഒരു സാധ്യതയിൽ നിന്നാണ് നമുക്ക് സന്യാസം കൈവന്നത് എന്ന് ഗുരു പറയുന്നത് സാമൂഹികതയെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളെ തൻ്റെ അധ്യാത്മബോധത്തോടുകൂടി അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നു. ഇത് മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ട്. മതങ്ങൾ ചരിത്രപരമായി രൂപപ്പെട്ടതാണ്, പല പ്രകാരങ്ങളാണ്, അവ ചേർന്നൊരു മതത്തിൻ്റെ പേര് കൈവരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മതം മതമായി തന്നെ വരികയല്ല എന്ന് അദ്ദേഹം CV കുഞ്ഞിരാമനുമായുള്ള സംഭാഷണത്തിൽ പറയും. പലത് ചേർന്നുണ്ടായതല്ലേ, അതിനൊരു പേരിട്ട് വിളിക്കാമെങ്കിൽ പല മതങ്ങളെ ചേർത്ത് ഏകമതം എന്ന് വിളിച്ചാൽ എന്താണ് തകരാറ് എന്ന് ചോദിക്കും. മതങ്ങളുടെ സ്ഥാപന രൂപത്വം മാത്രമല്ല, മതങ്ങൾക്കുള്ളിലെ കാതലെന്ന് അദ്ദേഹം കരുതിയ നൈതിക മൂല്യങ്ങളെ, കരുണ, സ്നേഹം, സാഹോദര്യം, അഹിംസ, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ പോലും ചരിത്രപരമായി കൂടി ഉദയം ചെയ്യുന്നതാണ് എന്ന് ഗുരു ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഹിംസ കലശലായിരിക്കുമ്പോൾ അഹിംസ വേണ്ടിവരും, സംഘർഷം മൂർച്ഛിച്ചിരിക്കുമ്പോൾ സാഹോദര്യം വേണ്ടിവരും, ശത്രുത പെരുകുമ്പോൾ സ്നേഹഭാവം വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്നേഹവും സാഹോദര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം അയഥാർത്ഥമാണെന്നും അവയെ ചേർത്ത് വെച്ച് നമുക്ക് ഏകമതത്തിലേക്ക് പോകാം എന്നും അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മതങ്ങളെ ചരിത്രപരമായി മനസ്സിലാക്കാനും അതിൻ്റെ സ്ഥാപന സംവിധാനത്തെയും മൂല്യവ്യവസ്ഥയെയും ചരിത്രപരമായി മനസ്സിലാക്കാനും കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുരു അദ്ദേഹത്തിൻ്റെ അധ്യാത്മവിചാരത്തെ വികസിപ്പിച്ചത്. അല്ലാതെ അതിഭൗതികമായൊരു ഉൽപ്പത്തിയും അതിഭൗതികമായ കുറേ സങ്കല്പങ്ങളും മനുഷ്യർക്ക് മേൽ വിക്ഷേപിച്ചുകൊണ്ട് അല്ല എന്നതും ഗുരുവിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ സാമൂഹികത, വൈയക്തികത, ആധ്യാത്മികത, ഭൗതികത, കവിത, ദർശനം, ശരീരം, ആത്മാവ്, വികാരം, വിചാരം എന്നിങ്ങനെ നമുക്കുമേൽ കെട്ടിവയ്ക്കപ്പെട്ട വിഭജനത്തിൻ്റെ യുക്തിക്കെതിരെയുള്ള ചിന്താപരമായ വലിയൊരു മുന്നേറ്റം ഗുരുവിലുണ്ട്.